നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഭാരതീയ ജ്യോതിഷ ശാസ്ത്രപ്രകാരമുള്ള മറുപടിയാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫോൺ മുഖേന ബന്ധപ്പെടാം, കത്തുകളും അയയ്ക്കുക, മറുപടി ലഭിക്കും. എല്ലാ ദിവസവും നക്ഷത്രഫലം പ്രോഗ്രാം ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. ഫോൺ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറുപടി ലഭിക്കും എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഇന്നത്തെ പ്രോഗ്രാമിൽ ആദ്യം ഒരു കത്താണ്. കുമാരി ശാലിനി അരവിന്ദ് അങ്ങാടിപ്പുറത്ത് നിന്നാണ്. വളരെയധികം കത്തുകൾ ഈ രീതിയിൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതായത് എൻട്രൻസ് എക്സാമിന് ജയിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് പലരും ഇവിടെ കത്തെഴുതുന്നുണ്ട്. എൻട്രൻസ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. അപ്പോൾ വളരെയധികം പേര് പങ്കെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരാളുടെ ജാതകം മറ്റൊരു ആളുടെ ജാതകവുമായിട്ട് നോക്കുമ്പോൾ മെച്ചമാണെന്നുണ്ടെങ്കിൽ അയാൾക്കായിരിക്കും കൂടുതൽ സാധ്യത. എന്ന് മാത്രമല്ല, ജ്യോതിഷം പറയുന്നത് ദേശം, കാലം, പ്രായം, സ്ഥാനം ഇങ്ങനെയുള്ള 4 ഘടകങ്ങൾ വെച്ചിട്ടാണ്. സ്ഥാനം, നമ്മളിപ്പോൾ ആരുടെ ജാതകമാണ് നോക്കുന്നത്, അവരുടെ സ്ഥാനം നോക്കും. സാധാരണക്കാർക്ക് രാജയോഗം വന്നു കഴിഞ്ഞാൽ അവരർഹിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ടുള്ള രീതിയിലുള്ള അനുഭവങ്ങൾ വരും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ പൊതുവെ രാജയോഗസ്ഥിതി നമ്മളൊരു ജാതകത്തിൽ നോക്കും. അതുകൊണ്ട് നമ്മൾ മെഡിക്കൽ എൻട്രൻസ് ലഭിക്കണമെന്നില്ല. എന്നാലും ഈ മെഡിക്കൽ എന്ന് പറയുമ്പോൾ വൈദ്യം എന്നാണ് ജ്യോതിഷത്തിൽ പറയുക. അത് MBBS ആകാം, ആയുർവേദം ആകാം, ഹോമിയോപ്പതി ആകാം, യുനാനി ഏത് മെഡിക്കൽ ബ്രാഞ്ചുമാകാം, നഴ്സിംഗ് ആകാം, അതും വൈദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെഡിക്കൽ പെർഫ്യൂഷൻ ആകാം. അപ്പോൾ ഇതൊക്കെ ഈ രംഗങ്ങളാണ്, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കുമാരി ശാലിനി അരവിന്ദ് അങ്ങാടിപ്പുറത്തുനിന്ന് ചോദിച്ചിരിക്കുന്ന കാര്യം മെഡിക്കൽ എൻട്രൻസിന് ചെയ്യുവാനായി ഇപ്പോൾ 2 വർഷത്തോളം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഈ വർഷവും കോച്ചിങ്ങിന് പോകുന്നുണ്ട്, MBBS ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ജാതകം നല്ല ജാതകമാണ്, രാജയോഗം ഉണ്ട്, നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിന് സംശയം ഒന്നും തന്നെ വേണ്ട. എന്നാൽ തൃക്കേട്ട നക്ഷത്രമായതുകൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ ആഗ്രഹങ്ങൾ അങ്ങേയറ്റമുണ്ട് എങ്കിൽ തന്നെയും പ്രിപ്പറേഷൻ വേണ്ട രീതിയിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ശരീരത്തിനൊരു ക്ഷീണം, പഠന കാര്യങ്ങളിൽ അല്പം ഒരു താല്പര്യക്കുറവോ, താല്പര്യമുണ്ടെങ്കിൽ തന്നെ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷനോ ഒക്കെ വന്നിരിക്കാം എന്നുള്ളൊരു സൂചന ഇതിനകത്തുണ്ട്. എന്തായാലും മെച്ചമായിട്ടുള്ള ഫലങ്ങളാണ് ഈ വർഷം അവസാനം മുതൽ കാണുന്നത്. പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്രമായതുകൊണ്ട് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെ വരും, അതിൽ യാതൊരു സംശയവും വേണ്ട. ലൈഫ് സയൻസസിൽ എന്തായാലും പഠന യോഗ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. എന്തായാലും സന്തോഷമായിട്ടിരുന്നുള്ളൂ, നല്ല അനുഭവങ്ങൾ തന്നെ ഈ വർഷം പ്രതീക്ഷിക്കുക. നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ, സന്തോഷമായിട്ടിരിക്കുക. ഇനി ഒരു കോളുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ 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 പറഞ്ഞോളൂ. എവിടുന്നാണ് വിളിക്കുന്നത്? ഇടുക്കിന്ന് സാർ വിളിക്കുന്ന അനിൽകുമാർ എന്ന് പേര്. എന്താ അറിയേണ്ടത് എന്ന് വെച്ചാൽ ചോദിച്ചോളൂ. നമസ്തേ സാർ. നമസ്തേ, പറഞ്ഞോളൂ. സാറേ, അതെ, എന്റെ പേര് ഞാൻ നക്ഷത്രം പൂയായിരുന്നു എന്റെ. അപ്പൊ പല പല തിരിച്ചടികളാണ് എനിക്ക് നേരിട്ടുള്ള ജീവിതത്തിൽ ഇന്ന് വരെ. അപ്പൊ ഞാൻ കുറച്ച് കവിതയൊക്കെ എഴുതുന്ന ആളായിരുന്നു, പിന്നെ സർക്കാർ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം എനിക്ക് എന്തൊരു നെഗറ്റീവായിട്ട് എല്ലാ ജീവിതവും എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ നല്ല മനുഷ്യനായിട്ട് ജീവിച്ച ആളായിരുന്നു. അപ്പൊ എനിക്ക് കവിത എഴുതാനായിട്ട് വളരെ കഴിവുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ വളരെയധികം കവിതകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്, റേഡിയോയിൽ പാടിയിട്ടുണ്ട്, അങ്ങനെ പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് പോലും എനിക്ക് നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ ജീവിച്ചു. അപ്പൊ എനിക്ക് തിരിച്ചടികൾ മാത്രം എന്തുകൊണ്ടാണ് വരുന്നത്? അപ്പൊ കുടുംബജീവൻ നയിച്ചപ്പോൾ അവിടെ നമുക്ക് എന്തോ ഒരു പൊരുത്തക്കേടുകൾ വരും. അപ്പൊ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? മരിക്കണമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലവരും. അപ്പൊ ഞാൻ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കും. സമൂഹത്തിന്റെ അവസ്ഥ തന്നെ ഇപ്പൊ ഒരു വല്ലാത്തൊരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വന്നതുകൊണ്ട് ഇപ്പൊ എഴുത്തുകാരുടെ നിലയിലും അല്ലാത്ത ഒരു മനുഷ്യൻ നിലയിലും എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ സാർ, അത് എനിക്ക് എന്തുകൊണ്ട് സാർ ഇങ്ങനെ വരുന്നതെന്ന് അതിന് പരിഹാരം എന്താന്ന് സാർ ദയവ് ചെയ്തൊന്ന് പറഞ്ഞു തരാൻ. തീർച്ചയായിട്ടും ഗ്രഹനില അനുസരിച്ച് താങ്കൾ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഓണസ്റ്റാണ്. താങ്കൾ തന്നെ അവകാശപ്പെട്ടതുപോലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വ്യാഴൻ ബലമുള്ള ജാതകമാണ്, സത്യസന്ധനാണ്, ആത്മാർത്ഥതയോടുകൂടി പെരുമാറുന്ന ഒരാളാണ്, അതിന് യാതൊരു സംശയവുമില്ല. ജാതകത്തിൽ അത് വളരെ വ്യക്തമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെ ആധ്യാത്മിക ജാതകം എന്ന് പറയും. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെയധികം ആത്മാർത്ഥത നിങ്ങൾ കാണിക്കും, പക്ഷേ അതിങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ആധ്യാത്മികമായിട്ട് ഉയർച്ച പ്രാപിച്ച വ്യക്തികൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ
ഇങ്ങോട്ട് അധികമൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. കാരണം എല്ലാവരും നമ്മളെപ്പോലെ ആകണം എന്നില്ലല്ലോ. അപ്പോൾ ശ്രമിക്കാനുള്ളത് ശ്രമിക്കുക. ഇപ്പോൾ പൂയം നക്ഷത്രത്തിന് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ഈ വർഷം നന്നായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും കോൺസെൻട്രേഷനോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ. ഈ വർഷം കുറേയൊക്കെ നേട്ടങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേട്ടങ്ങൾ തീർച്ചയായിട്ടും വരും. ഭാഗ്യസ്ഥാനത്ത് വ്യാഴൻ വരുന്ന ഒരു കാലമുണ്ട്, അതൊരു 3 വർഷം കൂടി കഴിയണം. അപ്പോൾ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും എന്നുള്ളതിലും യാതൊരു സംശയവും വേണ്ട. അപ്പോൾ സന്തോഷമായിട്ടിരുന്നോളൂ. ഇപ്പോഴും ഉണ്ടായിട്ടുള്ള ഈ പ്രയാസങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ്. താങ്കൾക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടും എന്നുള്ളതിലും യാതൊരു സംശയവും വേണ്ട. സന്തോഷമായിട്ടിരുന്നോളൂ. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ സാർ, എൻ്റെ പേര് വിഷ്ണു. മാതളിക്ക് വിളിക്കുന്നു. എന്താ നക്ഷത്രം? കാർത്തിക നക്ഷത്രം. സാർ, എനിക്ക് ഗവൺമെന്റ് ജോലിക്ക് സ്കോപ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഈ ഗവൺമെൻറ് ജോലി കിട്ടുക എന്ന് പറയുന്ന ജ്യോതിഷത്തിൽ പണ്ട് ഈ രാജസ്ഥാനീയരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മൾ സദസ്സിൽ ജോലി എന്നൊക്കെയാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ സാധാരണഗതിയിൽ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിത്യൻ്റെ ബലം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ക്വാസി ഗവൺമെൻറ്റൽ സെക്ടറിലാകാം, അങ്ങനെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളിൽ എവിടെയെങ്കിലും ജോലി കിട്ടുമോ എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കാറ്. താങ്കൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 26. കാർത്തിക നക്ഷത്രം അല്ലേ? അതെ അതെ. കാർത്തിക നക്ഷത്രത്തിന് ഇപ്പോൾ തരക്കേടില്ലാത്ത സമയമാണ്. ഇപ്പോൾ വരുമാന മാർഗം ഉണ്ടാകാൻ ഭാഗ്യമുള്ളൊരു സമയമാണ്. പക്ഷേ താങ്കളുടെ കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 3 വർഷം 4 മാസം കൂടി കഴിയണം. അപ്പോഴാണ് ലാഭസ്ഥാനത്ത് വ്യാഴൻ വരിക എന്നൊക്കെ പറയും. ലാഭസ്ഥാനത്ത് വ്യാഴൻ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അന്ന് നടന്നു കിട്ടും. അപ്പോൾ ഇപ്പോഴേ അതിനു വേണ്ടി ശ്രമിച്ചോളുക. ഗവൺമെൻറ് ജോബിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ശ്രമിക്കുക. നല്ലൊരു ഗവൺമെൻറ് ജോലി തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പക്ഷെ അല്പം വൈകിയായിരിക്കും എല്ലാം ലഭിക്കുക എന്നുള്ളൊരു സൂചനയുണ്ട്. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. ഏതായാലും ഈ വർഷം സ്വന്തമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ജോലിയുണ്ടോ? ജോലി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലമാണ്. സ്വന്തമായിട്ട് വരുമാനം വരാൻ ഭാഗ്യമുള്ളൊരു സമയമാണ്. അതാ ചോദിച്ചത്. ആണല്ലോ അല്ലേ? അതെ സാർ. അതെ സാർ, ജോലി അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ ജോലി ഇല്ലാത്തവർ അന്വേഷിച്ച് ബുദ്ധിമുട്ടിയവർക്കൊക്കെ കാർത്തിക നക്ഷത്രമാണ് എന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കാൻ ഭാഗ്യമുള്ളൊരു സമയമാണ് എന്നുള്ള കാര്യം ഇതിനകത്ത് സൂചനയിലുണ്ട്. അതാ ഞാൻ ചോദിച്ചത് ജോലി എന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇപ്പം തന്നെ ജോലി ഉണ്ടെന്നുള്ള സൂചനയാണ് ഇവിടെ കാണിച്ചത്. എന്തായാലും നല്ലൊരു ജോലി കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. പക്ഷേ 3 വർഷത്തിന് ശേഷമാണ് കുറച്ചുകൂടി നല്ല സമയം. അപ്പോൾ ഇപ്പോഴേ അതിനുവേണ്ടി ശ്രമിക്കണം. ഗവൺമെൻറ് സെക്ടറിലെ ഒരു ജോലി എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ എഫേർട്ട് എടുത്ത് കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. വളരെയധികം എഫേർട്ട് എടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ശ്രമിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? ഇത് നാവായിക്കുളത്ത് നിന്ന് ബിന്ദുവാണ്. ബിന്ദുവിൻ്റെ കാര്യമാണോ അറിയണ്ട? അല്ല, എന്റെ മോളെ കാര്യം അറിയാനായിരുന്നു. മകൾക്ക് എത്ര വയസ്സായി? എന്റെ മോക്ക് 18 വയസ്സ് ആവുന്നു. ജൂണിലാവും. എന്താ നക്ഷത്രം? എന്റെ നമ്മളെ നക്ഷത്രം പൂരാടം. പൂരാടം നക്ഷത്രത്തിന് ഇപ്പോൾ 7 ശനിയിൽ ജന്മശനി കാലം എന്ന് പറയും. അതുകൊണ്ട് പഠന കാര്യങ്ങളിൽ അല്പം ഒരു അലസത വരാം, ശരീരത്തിന് ക്ഷീണം വരാം, ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ വരാം. എത്ര ബുദ്ധിയുണ്ടെങ്കിലും അവരുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അക്കാഡമിക്സിൽ അല്പം ഒന്ന് താഴേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. അങ്ങനെ തന്നെയാണോ? എന്റെ മോക്ക് 5-ാം തീയതി നീറ്റ് പരീക്ഷയാണ്. അതിന്റെ മെഡിക്കൽ എൻട്രൻസിന്റെ പരീക്ഷയാണ്. അതറിയാനായിട്ട് വിളിച്ചതാണ്. ഏതായാലും പരീക്ഷയിൽ നമുക്ക് വിജയം പ്രതീക്ഷിക്കാം. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പൊക്കോളൂ. സരസ്വതി പ്രീതികരമായിട്ടുള്ള സ്തോത്ര ജപം വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല ദേവീക്ഷേത്ര ദർശനം ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നടത്തിക്കോളൂ. പരീക്ഷയിൽ വിജയമുണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. പക്ഷേ പ്രിപ്പറേഷൻ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള ഈ പഠനം അത്ര സുഖകരമായിരുന്നില്ല. ശരി തന്നെയാണല്ലോ അല്ലേ? കുറച്ചൊരു അലസതയും അതാണ് കുറച്ചൊരു അലസതയും താല്പര്യക്കുറവും ദേഷ്യ കൂടുതലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. കാരണം ശനി ബന്ധം വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. വിഷമിക്കാനൊന്നും തന്നെയില്ല. കുട്ടിക്ക് നല്ല ഭാവിയുണ്ട്. കാരണം ശുക്രൻ ബലവാനാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭാവിയുണ്ട്. നല്ല സ്ഥിതിയിൽ തന്നെ എത്തും എന്നുള്ളതിലും യാതൊരു സംശയവും വേണ്ട. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. ഹലോ, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് കിരൺ ബാബു എന്നായിരുന്നു. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഒരു 14 വർഷമായി എന്റെ സ്വത്ത് ബാങ്ക് തട്ടിയെടുത്തിട്ട് കേസായിട്ട് നടക്കുക ഹൈക്കോടതിയിൽ. ഏകദേശം ഒരു 80 കേസുകളായി നടക്കുന്നുണ്ട് ബിൽഡിംഗിലായിട്ട്. അപ്പൊ എന്റെ സ്വത്ത് തിരിച്ചു കിട്ടുന്നതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എന്താ നക്ഷത്രം? എന്താ? തൃക്കേട്ട നക്ഷത്രം. എത്ര വർഷമായി കേസായിട്ട്? കേസ് 14 വർഷമായി.
എത്ര വർഷം? ദേവസ്വം കോടതി കയറി ഇറങ്ങാണ്. ഹൈക്കോടതിയിലും കോഴിക്കോട് കോടതിയിലായിട്ട് പല കേസുകളും, എനിക്കെതിരെ പല കള്ളക്കേസുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് സ്വത്ത് തട്ടിയെടുത്ത് ഒരു മുൻ മന്ത്രിയും 2 മുൻ ജഡ്ജിമാരും ഒക്കെ ആയിരുന്നു. വിഷമിക്കേണ്ട കാര്യമില്ല. 7:30 ശനിക്കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. 7:30 ശനിക്കാലത്ത് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമുക്കെതിരായിട്ട് ആരോപണങ്ങൾ വരാം. ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നസെൻ്റ് ആയിരിക്കും, നിഷ്കളങ്കനായിരിക്കും, പക്ഷേ ആരോപണങ്ങൾ വരാം. പല പ്രയാസങ്ങളും വരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ മെച്ചപ്പെട്ട ഒരു ഫലം വരുന്ന ഒരു കാലം ആരംഭിക്കുന്നുണ്ട്. ഈ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ നന്നായിട്ട് ശ്രമിച്ചോളൂ. കേസ് ഒക്കെ വേണ്ട രീതിയിൽ അനുകൂലമായിട്ട് തന്നെ വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും സന്തോഷമായിട്ടിരുന്നോളൂ. ഇത്രയും കാലം ഉണ്ടായിരുന്ന പ്രയാസങ്ങൾക്കുള്ള ഒരു ആശ്വാസം 2020 ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. 2020 അടുത്ത വർഷം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. പിന്നെ നമ്മളെപ്പോഴും ഒരു ജുഡീഷ്യൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മുടെ പ്രവർത്തനം, എഫേർട്ട്, ഇപ്പോൾ കുട്ടി പഠിച്ച് നല്ല നിലയിലാകണം എന്നുണ്ടെങ്കിൽ എഫേർട്ട് വേണം, ശ്രമം വേണം, നന്നായിട്ട് പഠിക്കണം. നല്ല സമയം മാത്രം വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ജുഡീഷ്യൽ ഇഷ്യൂവിൽ നമ്മൾ ചെയ്യേണ്ട, നമുക്ക് എവിഡൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, നല്ലൊരു അഡ്വക്കേറ്റിൻ്റെ ഹെൽപ്പ്, സഹായം ആവശ്യമാണ്. ആ രീതിയിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും 2020 അനുകൂലമായിട്ടുള്ള 2020 കഴിയുന്നതിന് മുൻപ്, അതിനിടയ്ക്ക് കുറേ പ്രയാസങ്ങളൊക്കെ ചെറുതായിട്ട് ഇതുപോലെയൊക്കെ വരാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:30 ശനിക്കാലത്തിൻ്റെ ദോഷം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും 2020 അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ. ഹലോ, പറഞ്ഞോളൂ. ഹലോ സർ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 24/4/1989. ജോലിയുടെ നക്ഷത്രം എന്താണ്? അനിഴം. അനിഴം നക്ഷത്രത്തിന് ഇപ്പോൾ കാര്യതടസ്സമുള്ള സമയമാണെങ്കിലും സ്വന്തമായിട്ട് വരുമാന മാർഗം വരാനുള്ളൊരു കാലം ഇപ്പം അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ജോലിയെങ്കിലും ഇപ്പോൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ചെറിയൊരു ജോലി പ്രതീക്ഷിക്കാം. ഈ വർഷം അവസാനത്തോടുകൂടി കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത വർഷം ജൂണിന് മുമ്പ് തന്നെ സ്വന്തമായിട്ട് തരക്കേടില്ലാത്തൊരു ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നോളുക. അനിഴം നക്ഷത്രത്തിന് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് 2020 ആദ്യ ഭാഗം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ കാലത്ത് തരക്കേടില്ലാത്തൊരു ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നോളൂ. എന്തായാലും അപ്പോൾ നേട്ടങ്ങൾ വരും. പക്ഷേ ഗവൺമെൻറ് സെക്ടറിൽ ആദ്യത്തിന് അല്പം ഒരു ബലക്കുറവുള്ളതുകൊണ്ട് ഗവൺമെൻറ് സെക്ടറിൽ നല്ലൊരു ജോലി കിട്ടാൻ അല്പം കൂടി വൈകിയേക്കാം. എന്നാലും അതിനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, പറഞ്ഞോളൂ. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ മൊഹാലിന്നാണ് വിളിക്കുന്നേ. എന്റെ മോന്റെ എഡ്യൂക്കേഷനെ പറ്റി ചോദിക്കാൻ വേണ്ടി. മകൻ എത്ര വയസ്സായി? 18 വയസ്സ്. +2 പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കും ഇപ്പം. എന്താ നക്ഷത്രം? തിരുവാതിര. എന്താ? മേടത്തിലെ തിരുവാതിര. തിരുവാതിര നക്ഷത്രത്തിന് ഇപ്പോൾ കണ്ടകശനിക്കാലമാണ്. കണ്ടകശനിക്കാലമായതുകൊണ്ട് പഠന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്, ബുദ്ധി അനുസരിച്ചിട്ടുള്ള ഒരു എഫേർട്ട്, ശ്രമം ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് പെർഫോമൻസ് നന്നായിരിക്കാനുള്ള ഭാഗ്യമുണ്ട്. കാരണം ആൾ വളരെ കഴിവുള്ള കുട്ടിയാണ് എങ്കിൽ തന്നെയും ഇപ്പോൾ അല്പം ഒരു അലസതയൊക്കെ വരുന്ന ഒരു കാലമാണ്. തിരുവാതിര നക്ഷത്രമായതുകൊണ്ട് അല്പം ഒരു കോപവും ഒക്കെ വർദ്ധിച്ചിരിക്കും. ശനി 7 സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് കോപമൊക്കെ കൂടിയിരിക്കും. അല്പം വാശിയൊക്കെ വരുന്നൊരു കാലമാണ്. പക്ഷെ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മെച്ചമായിട്ടുള്ള അവസ്ഥ വന്നോളും. കുട്ടിയുടെ ആഗ്രഹം എന്താകണം എന്നുള്ളതാണ്? അവൻ എഞ്ചിനീയറിംഗിന് വല്ലതും എടുക്കണമെന്നാണ്, കമ്പ്യൂട്ടർ സയൻസ്. തിരുവാതിര കർമ്മഭാവത്തിൽ ശുക്രൻ ഉച്ചസ്ഥനാകുന്ന ജാതകമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ എടുക്കാം, ഡിജിറ്റൽ ആനിമേഷനിലേക്ക് പോകാം. ഡിജിറ്റൽ ആനിമേഷനൊക്കെ വളരെ നല്ല ഏരിയാസാണ്. മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി ചെയ്യാവുന്നതാണ്. പിന്നെ ജലരാശി ആയതുകൊണ്ട് വിദേശത്തും ട്രൈ ചെയ്യാവുന്നതാണ്. മീഡിയ യൂണിവേഴ്സിറ്റിയിലും ഈ കമ്പ്യൂട്ടർ യൂണിവേഴ്സിറ്റി, ലീഡ്സൊക്കെ പോലെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ പോകാൻ ബുധാദിത്യ യോഗമൊക്കെ ഉണ്ട്. അപ്പോൾ പഠിക്കാൻ ഇനി അങ്ങോട്ട് മെച്ചമാകുമെന്ന് മാത്രമല്ല പെർഫെക്ഷനിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യമുണ്ട്. തൽക്കാലം അത്ര നല്ല സമയമല്ല എന്നുള്ളതേ ഉള്ളൂ. കുട്ടിക്ക് വളരെ നല്ലൊരു സ്ഥിതി വരാനുള്ള ഭാഗ്യവും ഗ്രഹസ്ഥിതിയിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അപ്പോൾ സന്തോഷമായിട്ടിരുന്നുള്ളൂ.
ഇനിയൊരു കോളാണ്, അടുത്തൊരു കോളാണ്. പറഞ്ഞോളൂ. ഹലോ. എന്റെ മോന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. പ്രണവ് എന്നാണ് പേര്. എന്താ പേര്? എത്ര വർഷമായി? പൂരിട്ടാതി നക്ഷത്രമാണ്. 16 വയസ്സായി. 2002 നവംബർ 14 ഡേറ്റ് ഓഫ് ബർത്ത്. എന്റെ മോനാണെങ്കിൽ സ്വഭാവമൊക്കെ വളരെ മോശമാണ്. പഠിക്കാനൊക്കെ വളരെ മോശമാണ്. ഒരു വാക്യം പറഞ്ഞാലും കേൾക്കൂല. ഒരു മോനേ ഉള്ളൂ. വളരെ വിഷമത്തിലാണ്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. പുരൂരുട്ടാതി നക്ഷത്രം അദ്ദേഹത്തിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ല. വാശി, ചൊവ്വ ബലവാനായതുകൊണ്ട് വാശിയും ദേഷ്യവും ഒക്കെ വളരെ കൂടിയിരിക്കും. ദൈവാധീനം അല്പം കുറവുള്ള ഒരു സമയമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. 2 വർഷം കഴിയുമ്പോൾ വളരെ റെസ്പോൺസിബിൾ ആവും. ചുമതലാബോധം തനിയേ വന്നോളും. വളരെ നല്ല നിലയിലെത്താനുള്ളൊരു ഭാഗ്യമുണ്ട്. കാരണം ഒരു രാജയോഗ സ്ഥിതി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ രാജയോഗസ്ഥിതി ഉള്ളതുകൊണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ ഇതിനകത്ത് ഗ്രഹസ്ഥിതി അനുസരിച്ച് 32 വയസ്സ് കഴിയുമ്പോഴാണ് വളരെയധികം നേട്ടങ്ങൾ വരുന്നത്. എങ്കിൽ തന്നെയും ഇപ്പോൾ കാര്യമായിട്ടുള്ള ഉയർച്ച വരാനായിട്ട് മാതാവ് ചെയ്യേണ്ട കാര്യം ഷഷ്ടി വ്രതം എടുക്കുക. ആചാരപ്രകാരം സുബ്രഹ്മണ്യ ഷോഡശ ജപിച്ചുകൊണ്ട് ഷഷ്ടി വ്രതം എടുക്കുക. എല്ലാ ദിവസവും ജപിക്കണം. അന്ന് 108 പ്രാവശ്യം ജപിക്കണം. ഷഷ്ടിയുടെ അന്ന് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം ചുമതലാബോധം വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നല്ലൊരു സ്ഥിതി തന്നെ കുട്ടിക്ക് വരും. താൽക്കാലികമായിട്ടുള്ള ഈ പ്രയാസങ്ങൾ ഓർത്തിട്ട് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഷഷ്ടി വ്രതം എടുക്കുക, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക, സുബ്രഹ്മണ്യ ഷോഡശ ദിവസവും ജപിച്ച് അന്ന് ഷഷ്ടിയുടെ അന്ന് 108 പ്രാവശ്യം ജപിക്കുക. സമർപ്പണത്തോടുകൂടി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, സമർപ്പിക്കുക. നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ കുട്ടിക്ക് ചുമതലാബോധവും വരും. നല്ലൊരു സ്ഥിതിയിലെത്തുകയും ചെയ്യും. സന്തോഷമായിട്ടിരുന്നുള്ളൂ. ഇപ്പോഴുള്ള വിഷമത്തെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിച്ച് കൂടുതൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യവും പ്രത്യേകം അറിഞ്ഞോളൂ കേട്ടോ. സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഈ പ്രാർത്ഥന മുടങ്ങാതെ അങ്ങോട്ട് ചെയ്തോളൂ. മനസ്സിലായല്ലോ അല്ലേ? സന്തോഷമായിട്ടിരുന്നോളൂ. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കാം. വിശദമായിട്ടുള്ള മറുപടി പ്രോഗ്രാമിൽ പറയുന്നതാണ്. ഫോൺ മുഖേനയും ബന്ധപ്പെടാം. ഫോൺ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറുപടി ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഫോൺ ചെയ്യുക. എല്ലാ ദിവസവും നക്ഷത്രഫലം പ്രോഗ്രാമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് ഓർക്കുക. കത്തുകൾ അയക്കേണ്ട മേൽവിലാസം പ്രൊഡ്യൂസർ നക്ഷത്രഫലം ന്യൂസ് 18 കേരളം, കുളത്തൂർ PO തിരുവനന്തപുരം 695583 പിൻകോഡാണ്. ഈ വിലാസത്തിലേക്ക് കത്തുകൾ അയക്കുക. മറുപടി ലഭിക്കുന്നതാണ്. ഫോൺ മുഖേനയും ബന്ധപ്പെടാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.